ഇന്ന് നമ്മുടെ അക്വേറിയത്തിലോട്ട് കുറച്ച് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെന്താ ഈ പുതിയ ഫിഷസിനെ അപ്ഡേറ്റ് ചെയ്യുക, അവരൊക്കെ നോക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഈ ടൈനി ആയിട്ടുള്ള ഷ്രിമ്പിനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. വളരെ ടൈനിയാണ്, ഇത് ഇത്ര വലുതാവുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഒരു 2-3 കളേഴ്സ് എനിക്ക് കിട്ടി. 6 എണ്ണം ഉണ്ടായിരുന്നു. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇവരെ ഇതിനകത്തുനിന്ന് തപ്പിയെടുക്കണം. ഇവിടെ ഒരു ഇരിപ്പുണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയെ ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി. ഇതെല്ലാം കൂടെ വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല ഭംഗിയല്ലേ? വളരെ ടൈനിയാണ്, അതിത്രേ ആവുള്ളൂ. ഈ ഒരു വലിപ്പം അത് വെക്കുള്ളൂ. അപ്പോൾ തന്നെ അതിന് എഗ്സ് ഉണ്ടാവും, കുഞ്ഞുങ്ങളൊക്കെ ആവും. അപ്പം ഇപ്രാവശ്യം അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇതിങ്ങനെ ചെടികളുടെ ഇടയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. വളരെ ടൈനിയാണ്. ഈ ചെടികളുടെ ഇടയിലുള്ള ആൽഗയൊക്കെയാണ് ഇത് കഴിക്കുന്നത്. അപ്പം ചെടിയിൽ തൂങ്ങിപ്പിടിച്ച് നിൽപ്പുണ്ട് എല്ലാവരും കൂടെ. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതേ നമ്മുടെ മെയിൻ ആൾക്കാർ, നമ്മുടെ ഓസ്കാർ ഉണ്ട്, ഗൗര ഉണ്ട്. അവരുടെ കൂട്ടത്തിലേക്കും കൂടെ 2 പേരെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൗര തന്നെയാണ്. ഇതാണ് പുതിയ കക്ഷി. പുതിയ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത് ഇവിടെ ഒളിച്ചിരിക്കുക. ഈ ഓസ്കാർ അതിന് പുറത്തോട്ട് വരാൻ സമ്മതിക്കുന്നില്ല, ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ആളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ സൈഡിലിരിപ്പുണ്ട്, കണ്ടോ? ഇയാൾ ഇതിനകത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല, ഫിൽറ്ററിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുക. അതിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്മാർ ഇതിനകത്തിട്ട് ഓടിക്കുക. അത് കാരണം ഒളിച്ചിരിപ്പുണ്ട്, പാവം. അത്യാവശ്യം ഫൈറ്റ് ചെയ്യുന്ന ഫിഷസാണ് ഈ ഓസ്കാറും ഗൗരാമിയും. ഇവരുടെ കൂട്ടത്തിൽ ഇനി വേറെ ആരും ഇട്ട് ഇടാനും പറ്റില്ല. അതുകൊണ്ടാണ് 2 പുതിയ ഗൗരേനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതിൽ തന്നെ ഒരാൾ കണ്ടില്ല, ഒളിച്ചിരിക്കുക. പക്ഷെ എന്നാലെന്താ, നല്ല ഭംഗിയല്ലേ ഇവരിങ്ങനെ ഓടിക്കളിക്കുന്ന കാണാനായിട്ട്. നമ്മുടെ ഓസ്കാർ കണ്ടോ? ഓസ്കാർ ഇച്ചിരി വലുതായിട്ടുണ്ട് നാളത്തേനേലും. എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇനി അപ്ഡേറ്റ് ചെയ്യാം. ബൈ.